എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലളിതസുന്ദരമായ സംഗമത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീമാൻ അഷ്റഫ് കാളികാവ്, മറ്റു വേദിയിലും സദസ്സിലും ഉപേക്ഷരായ പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികളെ, യുവസുഹൃത്തുക്കളെ, വിശിഷ്ടാതിഥികളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. പ്രശാന്ത സുന്ദരവും പ്രകൃതി രമണീയവുമായ ഈ പുലാമന്നോളിൻ്റെ മണ്ണിൽ പബ്ലിക് സീ ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഈ സ്നേഹസംഗമത്തിലും ലഹരി വിരുദ്ധ സെമിനാറിലും നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പിന്നെ ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ ആഴത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. മുഖ്യ പ്രഭാഷകനടക്കം ഇനിയും ഇവിടെ പലരും സംസാരിക്കാനുമുണ്ട്. അതുകൊണ്ട് കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ അടുത്ത് എനിക്കൊരു ലഹരി വിരുദ്ധ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചു. അന്നവിടെ ക്ലാസ് എടുത്തിരുന്നത് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന മോട്ടിവേഷൻ ട്രെയിനറും അതുപോലെ ഇത്തരം ലഹരി സെമിനാറിലൊക്കെ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന പ്രസിഡന്റ് പോലീസ് ഓഫീസർ ഫിലിപ്പ് മമ്പാടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം, ഡ്യൂട്ടിക്കൂടുണ്ടായ ഒരു അനുഭവം അവിടെ പങ്കുവെക്കുകയുണ്ടായി. അതായത് ഒരു ദിവസം പതിവ് പോലെ നൈറ്റ് പാട്രോളിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അതിൽ ആ സമയത്ത് സംശയകരമായ സാഹചര്യത്തിൽ രണ്ട് യുവാക്കളെ കണ്ടു. അവരെ വാഹനം നിർത്തി അവരെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി അപ്പം ഒരുത്തൻ ഓടി രക്ഷപ്പെട്ടു. ഒരുത്തനാണ് കൂളായിട്ട് നിന്നു. അപ്പൊ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ സംസാരത്തിൽ എന്തോ പന്തികേട് തോന്നി. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ പരിശോധിച്ചപ്പോൾ, ദേഹപരിശോധന നടത്തിയപ്പോൾ അതിമാരകമായ ലഹരി വസ്തു അവനിൽ നിന്ന് പിടികൂടി. അവനെ അറസ്റ്റ് രേഖപ്പെടുത്തി ലോക്കപ്പിലിട്ടു. അപ്പൊ അവന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഏകദേശം ഒരു 1 മണിന്റെ ഉള്ളിലാണ് ഈ സംഭവം, രാത്രി. അങ്ങനെ 2 മണി 2:30 മണിയായി ആയപ്പോൾ ഇവൻ ഇങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എണീറ്റ് വന്നിട്ട് അവിടെ ഇരിക്കുന്ന പോലീസുകാരോട് പറഞ്ഞു, സാറേ എനിക്കൊരു ബീഡി തരുവാന്ന്. വളരെ ദയനീയമായിട്ട് എൻ്റെ ചോദ്യം, ഒരു ബീഡി തരുമോ എനിക്ക്? അപ്പൊ പോലീസുകാർ പറഞ്ഞു, ഇതെന്താ മുറുക്കാൻ കളയണം, പോയി കടക്കട കളയണം. അപ്പൊ അങ്ങനെ അവൾ പോയി കടന്നു. പിന്നീട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും അവൻ വന്നു. സാറേ എനിക്കൊരു ബീഡി വേണമെന്ന് പറഞ്ഞു. ബീഡിയൊന്നും തരില്ല, അവിടെ പോയി കിടക്കെന്ന് പറഞ്ഞു. അപ്പൊ അവന് തരില്ലല്ലേ, എനിക്ക് ബീഡി തരില്ലല്ലേ, എന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ലോക്കപ്പിന്റെ ഗ്രില്ലുണ്ടല്ലോ, ഗ്രില്മ 2 കൈകളും പിടിച്ചുകൊണ്ട് ശക്തിയായി അവന്റെ നെറ്റി, അവന്റെ തല ആ ഗ്രില്ലിൽ എടുക്കാൻ തുടങ്ങി. രക്തം വന്നു. അങ്ങനെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവരെ പിടിച്ചു മാറ്റാൻ നിന്നപ്പോഴത്തേനും എതിർവശത്തുള്ള ചുവരിൽ എൻ്റെ തലയിടിച്ചു. അങ്ങനെ രക്തത്തിൽ കുളിച്ച സമയത്ത് ഒരു 2-3 പോലീസുകാർ മാത്രം അവിടെ ഉണ്ടായിരുന്നത്. അവര് വളരെ പ്രയാസപ്പെട്ട് അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവന് വലിയ മയക്കുമരുന്നിന്റെ അടിമയാണ്. ഇവർക്ക് ഈ സമയമായാൽ ഇത് കിട്ടിയില്ലെങ്കിൽ ഇതുവരെ ഒരു പരിഭ്രാന്തി കാണിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 24 മണിക്കൂറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല, നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം, നാളെ കോടതിയിലൊക്കെ ഹാജരാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പിന്നെ അപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവൻ രാവിലെ കോടതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ നടപടിക്രമങ്ങളൊക്കെ ചെയ്തിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അങ്ങോട്ട് കയറി വന്നത്. ആ സ്ത്രീ കയറി വന്നപ്പോൾ തന്നെ ഇവനെ പെട്ടെന്ന് എണീറ്റ് കൊണ്ട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് തുറന്നുവിടും, ഈ ലോക്കപ്പിൽ തുറന്നുവിടും എന്ന് പറഞ്ഞു. എന്റെ കൈയൊന്ന് തുറക്കുന്ന പറഞ്ഞു. അപ്പൊ ലോക്കപ്പിനെ പുറത്ത് നിർത്തി അവനെ. അപ്പൊ ഈ അമ്മയെ കണ്ടപാട് അവൻ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഒരു 2 വയസ്സായ കുട്ടി ഒരു 3-4 ദിവസം തന്റെ അമ്മയെ കാണാതിരുന്നാൽ എങ്ങനെയാണോ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക, ഇതുപോലെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഈ രംഗം കണ്ട് അവിടെ ഈ അമ്മയുടെയും ഈ മകന്റെയും നിസ്സഹായാവസ്ഥ കണ്ട് ഈ അവിടെയുള്ള പോലീസുകാർക്കൊക്കെ വിഷമമായി. അപ്പോ പിന്നെ പറഞ്ഞു വരുന്നത്,
അത്രയും നിസ്സഹായ അവസ്ഥയാണ് ഇത്രയും നമുക്കുണ്ടാകും. നമ്മുടെ മക്കളൊക്കെ ഇതിൽ ഏർപ്പെട്ടാലെന്ന് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ അവൻ അടിമയായതുകൊണ്ടാണ് അതിമാരകമായ ലഹരിക്ക് അടിമയായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നത്. പ്രിയമുള്ള ഞാൻ നമ്മൾ ചിന്തിക്കുക, ഇത്തരം ലഹരിക്ക് അടിമയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിൽ കയറാൻ സാധ്യമാകണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം ലഹരികൾക്ക് അടിമപ്പെടാതെ നമ്മുടെ മക്കളെയും ബന്ധപ്പെട്ടവരെയൊക്കെ നാട്ടുകാരെയൊക്കെ പിന്നെ സംരക്ഷിക്കാൻ നമ്മുടെയൊക്കെ ബാധ്യതയാണെന്നും കൂടി ഞാൻ ഉണർത്തുകയാണ് ഈ അവസരത്തിൽ. പിന്നെ നമുക്കറിയാം, ഇന്ന് MDMA പോലത്തെ ലഹരികളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ തവണത്തെ ഉപയോഗിച്ചാൽ തന്നെ അതിന് അഡിക്റ്റ് ആകും എന്നുള്ളതാണ്. അത്രയും മാരകമാണിത്. ഒരു സിന്തറ്റിക് ലഹരിയാണിത്. എന്താ സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കള്ള്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, അതുപോലത്തെ ഹാഷിഷ് ഓയിൽ ഒക്കെ ഇതൊക്കെ പ്രകൃതിയിലെ ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ചില വസ്തുക്കളിൽ നിന്ന് പ്രോസസ് ചെയ്തെടുക്കുന്നവയാണ്. എന്നാൽ സിന്തറ്റിക് ലഹരി എന്നുള്ളത് പലതരം കെമിക്കലുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ലബോറട്ടറികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തുവാണ്, രാസവസ്തുവാണ് ഇത്. വളരെ അപകടകരമാണിത്. ഇതിന്റെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ അപകടകരമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇന്ന് യുവതീ-യുവാക്കളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ലഹരിയാണ്? എന്തുകൊണ്ടാണ് കൂടുതലും ആളുകൾ, യുവതീ-യുവാക്കളും വിദ്യാർത്ഥികളൊക്കെ ഇതിലേക്ക് ആകർഷിക്കാൻ എന്താണ് കാരണം? അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇത് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്റ്റ് ആവും. കാരണം നമുക്ക് സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുന്ന നമ്മുടെ പിന്നെ ഡോപ്പമിൻ, സെറട്ടോണിൻ എന്ന ഹോർമോണുകളുടെ ഫലമായിട്ടാണ്. അതിനൊരു സ്വാഭാവിക പ്രവർത്തന രീതിയുണ്ട്. ഈ സ്വാഭാവിക രീതിയെ മറികടന്നുകൊണ്ട് ഈ ഡോപ്പമിനെയും ഈ സെറട്ടോണിനും ഇതിന്റെ 10 മടങ്ങ് പിന്നെ സന്തോഷവും ആനന്ദവും നൽകുകയും അതോടൊപ്പം നമുക്ക് വലിയൊരു ഊർജം നൽകുന്നതായി അനുഭവപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ പാട്ട് പാടുകയാണെങ്കിൽ ഒരു അരമണിക്കൂറാണ് നമുക്ക് പാട്ട് പാടാൻ കഴിയുമെങ്കിൽ അതൊരുപാട് സമയം, മണിക്കൂറുകൾ അക്ഷീണം നമുക്ക് പാട്ട് പാടാൻ കഴിയും. വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് കഴിയും. എന്ത് പ്രവൃത്തിയാണോ അവർ ചെയ്യുന്നത്, അപ്പൊ അതിനൊരുപാട് ഊർജത്തോടെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് സമയം സെറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നിശാ ക്ലബുകളിലും DJ പാർട്ടികളിലും അതുപോലെ തന്നെ അത്തരം സിനിമാ രംഗത്തൊക്കെ വ്യാപകമാകാൻ കാരണം ഇതിന്റെ ഈ ആകർഷണീയത. പക്ഷേ ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞത് വളരെ അപകടകരമാണ്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞു അഡിക്റ്റ് ആകും പറഞ്ഞു. അപ്പോൾ ഒരൊറ്റ 9 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് കുറഞ്ഞു വരും. അപ്പൊ എന്താണ് സംഭവിക്കുക? ശരീരം വീണ്ടും ഉപയോഗിക്കാൻ ആവശ്യപ്പെടും. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ പിന്നെ ഭ്രാന്തകരമായ അവസ്ഥയിലേക്ക് പോകും. എന്ത് ആക്രമണം ചെയ്യാനും എന്തും ചെയ്യാൻ മടിക്കാത്ത അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഒന്ന്. പിന്നെ നമ്മുടെ ഈ നമ്മുടെ ന്യൂറോൺ സിസ്റ്റങ്ങൾ ആകെ തകരാറിലാക്കും. അതോടൊപ്പം തന്നെ ദയ, കരുണ, സിമ്പതി ഇതൊന്നും പേർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ദയ അനുഭവം തന്റെ മാതാവിനെയും കുടപ്പിറപ്പുകളെയും ഒറ്റടിക്ക് വീഴ്ത്തി. പിന്നെ അവർക്ക് യാതൊരു സിമ്പതിയില്ല, യാതൊരു കുറ്റബോധം അവർക്കില്ല. ഇതുകൊണ്ടാണ്. ഇതാണ് ദൂഷ്യ ഫലങ്ങൾ ഞാൻ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇത്തരം ലഹരി നമ്മുടെ മക്കൾ അടിമകളാകാതിരിക്കാനും ഈ ലഹരി മാഫിയുടെ കിരാതകരങ്ങളിൽ നമ്മുടെ മക്കളൊക്കെ പെടാതിരിക്കാനും നാം സദാ ജാഗരൂകരാകണം എന്നാണ് ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരോടും എന്നോടടക്കം ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അച്ചടക്കത്തോടെ വളർത്താനുള്ള ഒരു അച്ചടക്കം വളർത്തൽ ഓരോ മാതാപിതാക്കളുടെ കടമയാണ്. ഇന്ന് നമ്മൾ പല മക്കളും മോശമായ അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളത് അവരെ സർവ്വ സ്വാതന്ത്ര്യം നൽകി തോന്നിയ പോലെ ജീവിക്കാൻ അനുവദിക്കുന്നു. അതുപോലെ തന്നെ അവരടുത്ത് എന്തെങ്കിലും തെറ്റ് കാണുകയെങ്കിൽ തിരുത്തി കൊടുക്കുന്നില്ല. മാത്രമല്ല, രക്ഷിതാക്കൾ തന്നെ പല അബദ്ധസഞ്ചാരങ്ങളും നടത്തുന്നു. ഇതൊക്കെ കണ്ടു വളർന്ന മക്കൾ പിന്നെ തെറ്റിലേക്ക് പോകും. ഇവിടെ ഒരാളും കുറ്റക്കാരനായ ഒരു കുഞ്ഞും ഇവിടെ കുറ്റവാളിയായി ജനിക്കുന്നില്ല. എല്ലാവരും നിഷ്കളങ്കരായിട്ടാണ് ഇവിടെ ജനിക്കുന്നത്. പിന്നീട് അവനെ ഉത്തമ മനുഷ്യനാക്കുന്നതും മോശക്കാരനാക്കുന്നതൊക്കെ അവന്റെ മാതാപിതാക്കളാണ്. ഒരു സിംഹത്തിന് അതിന്റെ കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അതിന് ബാധ്യതയില്ല. ഒരു പശുക്കിടാങ്ങിനെ അതിന് സംസ്കാരം പഠിപ്പിക്കേണ്ട ആവശ്യം ആ പശുവിനില്ല, തള്ളപ്പശുവിനില്ല.
എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ഓരോ മനുഷ്യന്റെ ഇവിടെ നിഷ്കളങ്കരായിട്ട് ജനിക്കുന്നു. അവനെ ഉത്തമ മനുഷ്യനാക്കേണ്ടത്, സംസ്കാരം പഠിപ്പിക്കേണ്ടത്, അച്ചടക്കം പഠിപ്പിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെ കടമയാണ്. അതിൽ വീഴ്ച പറ്റുന്ന പക്ഷം പിന്നീട് മക്കൾ തമാടികളും താന്തോതികളും വളർന്നുണ്ടെങ്കിൽ അതിൽ രക്ഷിതാക്കൾ മാത്രമാണ് ഉത്തരവാദികൾ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും, അതോടൊപ്പം ലഹരി മാഫിയയുടെ കിരാതകരങ്ങളിൽ നമ്മുടെ മക്കളെല്ലാം ഉൾപ്പെടാതിരിക്കാൻ നാം ഏവർക്കും ശ്രദ്ധിക്കണമെന്നും എൻ്റെ സ്വന്തം ശരീരോടും എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും അല്പസമയം എന്നെ ക്ഷമിച്ച നിങ്ങൾക്ക് എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.